ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ്. ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നിലവിൽ നമുക്ക് ജന സർവീസൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇടയ്ക്ക് പ്ലഗ് അടിച്ച് പോകണം കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ട് കാര്യമായിട്ട് വണ്ടി ഓടിയിട്ടില്ല. പക്ഷേ കിലോമീറ്റർ കാലാവധി കണക്കാക്കുകയാണെങ്കിൽ 1 വർഷമൊക്കെ കഴിഞ്ഞാണ്. അതായത് 2024 ചെയ്താണ് വണ്ടി. 2024 സെപ്റ്റംബർ അങ്ങനെയാണല്ലോ അതിൻ്റെ ഡേറ്റ് വന്നത്. അപ്പോൾ അതിനിടയിൽ ഒരു പ്രാവശ്യം ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോപ്പറായിട്ട് സർവീസോ കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ല. കാരണം പീരിയോഡിക് സർവീസൊക്കെ കറക്റ്റ് ആണെങ്കിലാണ് നമുക്ക് വാറണ്ടിയിനകത്ത് വരുള്ളൂ. പക്ഷേ വണ്ടി ഓട്ടം വെച്ച് നോക്കുമ്പോൾ നിസ്സാരം ഓടിയിട്ടുള്ളൂ. അതും പ്രകാരം നമ്മൾ ഈ പ്ലഗ് പോണ കംപ്ലയിൻറ്റ് കാർബണുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മളതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം അഴിച്ച് അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ അതിൻ്റെ പിസ്റ്റണിൻ്റെ ഭാഗത്താണ്, അതായത് പിസ്റ്റണിൻ്റെ റിങ്സ്, അതായത് ഫേസിലേക്ക് വരുമ്പോൾ കാര്യമായിട്ടുള്ള കാർബൺ കണ്ടൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ സിലിണ്ടറിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ സൈഡിലൊക്കെ അത്യാവശ്യം ഓയിൽ കയറി ടോപ്പ് സൈഡിലേക്ക് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രോബ്ലം നിലവിൽ. അപ്പോൾ സിലിണ്ടറിനകത്തൊക്കെ അത്ര കാര്യമായിട്ടുള്ള സ്ക്രാച്ചസ് വന്നില്ല. ചെറിയ തോതിൽ സ്ക്രാച്ച് ഉണ്ട്, പക്ഷെ അതൊരു ഡീപ്പ് സ്ക്രാച്ച് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നിലവിൽ നമുക്കതിൻ്റെ പിസ്റ്റണിൻ്റെ ഈ റിങ്സ് മാത്രം മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം. പിസ്റ്റണും കാര്യമായിട്ടുള്ള ഡാമേജിലേക്കൊന്നും വന്നിട്ടില്ല. ഇവിടെ ചെറിയൊരു സ്ക്രാച്ചൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷെ നമുക്ക് റിങ്സ് മാറ്റിയിട്ട് അത് റെഡി ആയിക്കോളും. അപ്പോൾ റിങ്സ് മാറ്റിയ ഗ്യാസ്കറ്റ് ഓറിങ് കാര്യങ്ങളൊക്കെ മാറ്റി നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാം കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിക്കാം. ഈ പറഞ്ഞ രീതിയിൽ നമുക്കിതൊന്ന് കംപ്ലീറ്റ് സെറ്റ് ചെയ്തതിന് ശേഷമേ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് ഒന്നുകൂടി നോക്കണം. പ്ലഗിനകത്ത് കരിയുടെ അളവൊക്കെ ഇങ്ങനെ വന്നേ അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്കതനുസരിച്ചിട്ട് ക്ലോസ് ചെയ്യാനായിട്ട്. പ്രത്യക്ഷത്തിൽ വേറെ വാൽവ് ലീക്കോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. നിലവിൽ ഇതാണ് അതിൻ്റെ പ്രോബ്ലം. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം കേട്ടോ. ഓക്കെ.